വിശക്കുന്നവർക്ക് മുന്നിൽ വിശിഷ്ട വിഭവങ്ങൾ ഒരുക്കി തന്റെ ജീവിതത്തിലൂടെ സുവിശേഷം പ്രഘോഷിക്കുകയാണ് തലശ്ശേരി അതിരൂപതയിലെ ലിസിഗിരി ഇടവകാംഗവും തറവാട് ഹോട്ടലുടമയുമായ ഷാജു കുടക്കച്ചിറ. പണമില്ലാത്തവർക്ക് സൗജന്യമായി ഏത് വിഭവവും ഷാജുവിന്റെ ഹോട്ടലിൽ നിന്ന് യഥേഷ്ടം കഴിക്കാം. 50 രൂപയ്ക്ക് ഷാജു വിളമ്പുന്ന ചിക്കൻ ബിരിയാണി കഴിക്കാൻ ആയിരങ്ങളാണ് ഷാജുവിന്റെ ഹോട്ടലിലേക്ക് എത്തുന്നത്. പണമില്ലാത്തവർക്ക് ഈ ബിരിയാണിയും സൗജന്യമാണ്. ഭക്ഷണമുണ്ടാക്കാൻ അറിയാതെ ധ്യാന കേന്ദ്രത്തിൽ പാചകക്കാരനായതിനെ പറ്റിയും തന്റെ ജീവിതം മാറിമറിഞ്ഞതിനെ പറ്റിയും ഷാജു സംസാരിക്കുന്നു. ഞാൻ ഈ മേഖലയിൽ വരുന്നതിനുള്ള കാരണം തളിപ്പറമ്പ് ദർശനയിൽ ഞാൻ ധ്യാനത്തിന് പോയപ്പം അവിടെ ഒരു 3 ദിവസത്തെ ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുള്ളവർ അവിടെ പേര് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ധ്യാനത്തിന് പോയിട്ട് പേര് കൊടുത്തു. അങ്ങനെ അവിടെ ധ്യാന കേന്ദ്രത്തിൽ അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ ചെയ്യാൻ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, പക്ഷെ ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു കിച്ചണിൽ നിന്നു, കിച്ചണിൽ ഒരാളുടെ ആവശ്യമുണ്ട്, കിച്ചണിലേക്ക് നിന്നോളം പറഞ്ഞു. അങ്ങനെ ഞാൻ കിച്ചണിൽ കയറുന്ന സമയത്ത് തന്നെ എനിക്ക് കണ്ണൂർ ചെറിയൊരു കാറ്ററിങ്ങിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കാറ്ററിംഗ് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. അവരുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ മേഖല യാതൊരു പരിചയവും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ആദ്യത്തെ മാസം കഴിഞ്ഞ് 2ാമത്തെ മാസം മുതൽ അച്ഛൻ എന്നോട് പറഞ്ഞു ഷാജു തന്നെ ഫുഡ് ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞിട്ട് എന്നെ അത് ഏൽപ്പിക്കുക തന്നെ ചെയ്തു. അപ്പോൾ 2ാമത്തെ മാസം മുതലേ അവിടെ നല്ലോണം ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ ഒരു 400-ലധികം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഫുഡ് ഞാനായിരുന്നു ഉണ്ടാക്കി സാധാരണ ഫുഡുകളൊക്കെ ചോറും കറിയോ ഉണ്ടാക്കുന്നതിന് വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കള്ളപ്പമായിരുന്നു. അപ്പോൾ ഈ കള്ളപ്പം ഉണ്ടാക്കുക എനിക്ക് അറിയില്ലാത്തൊരു ഫീൽഡായിരുന്നു. ഈ അപ്പം ഉണ്ടാക്കൽ കൂട്ട് പോലും അറിയില്ലായിരുന്നു. ഞാൻ ഭാര്യയോട് ചോദിച്ചു അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഭാര്യയ്ക്ക് ഇത്ര ആളുടെ എണ്ണതായതുകൊണ്ട് എത്ര കിലോ വേണമെന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചിട്ട് തന്നെ അളവിലിട്ടു. അത് കറക്റ്റായിരുന്നു. പിറ്റേ ദിവസം 1200-1200 അപ്പം ഉണ്ടാക്കി 7:30 ആയപ്പോഴത്തേന് അത് കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു അല്ല ഷാജു പറഞ്ഞു വെറുതെ ആണല്ലോ ഇത് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് വെച്ചാൽ നല്ല രസത്തിലാണല്ലോ ഇത് വെച്ചതെന്നും പറഞ്ഞു. അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര അത്ഭുതം തോന്നിയത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയെന്ന് അത്ഭുതപ്പെട്ടു പോയി. അവിടെ നിന്ന് നല്ലൊരു കൃപ കിട്ടി. ഭക്ഷണം ഉണ്ടാക്കാൻ എല്ലാ ഫുഡും എനിക്ക് കറക്റ്റ് അളവ് അറിയില്ലെങ്കിലും ഞാൻ എത്ര ചെയ്താലും അത് കറക്റ്റായിട്ട് വരും. അതിൻ്റെ അളവെല്ലാം മാതാവ് തന്നെയാണെന്ന് തോന്നുന്നു. അല്ലാതെ എനിക്ക് വേറെ ഒന്ന് ഞാൻ പഠിച്ച ഒരാളല്ല ഈ കുക്കിങ്. എനിക്കറിയാമല്ല എൻ്റെ കഴിവല്ല എന്ന് എനിക്ക് 100% ബോധ്യമുണ്ട്. ഒരുവിധമുള്ള എല്ലാ ഭക്ഷണവും ഞാൻ ഉണ്ടാക്കും. ഞങ്ങളുടെ കൂട്ടമത്തിൽ ഞങ്ങളൊരു ബിരിയാണി ചലഞ്ച് വെച്ചിരുന്നു. അപ്പോൾ ബിരിയാണി ചലഞ്ച് വെച്ചപ്പം ഞങ്ങളൊരു 9 ഫാമിലി ആയിരുന്നു. ആ ഫാമിലിൻ്റെ ഇതിൽ ഒരാൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയതിൽ ഒരു ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊരു 3000 പേരുടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വീണ ആളുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേര് വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ വന്നില്ല. ഞങ്ങൾ ഇവരുണ്ടാവില്ലെന്ന് വിചാരിച്ച് 6 മണിക്കാണ് ഞങ്ങൾ 8 ഫാമിലി അവിടെ നിന്ന് പരിപാടി തുടങ്ങി. അന്നും അവിടെ ഒരു അത്ഭുതം നടന്നിട്ടുണ്ടായിരുന്നു. ഈ മസാല ആയി കിട്ടാൻ വേണ്ടിയിട്ട് നേരം വെളുക്കാനായപ്പോഴായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരു 9:30-10 മണി ആയപ്പോഴേക്കും ഞങ്ങൾ കംപ്ലീറ്റ് ബിരിയാണി ഉണ്ടാക്കി ഏകദേശം 3000-ഓളം ബിരിയാണി പാക്കാക്കി കഴിഞ്ഞു. അതൊരു അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. ഇത് നടത്തി തരുന്നത് നമുക്കറിയാം. ഞങ്ങൾ ഇതുവരെ ഇത് ചെയ്ത ഒന്നും പരാജയപ്പെട്ടിട്ടില്ല. അപ്പോൾ അതെല്ലാം കറക്റ്റ് നടക്കുന്ന നല്ല പൂർണ്ണ ബോധ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ലാഭത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ചെയ്തത്, ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ആരും വന്നില്ലെങ്കിൽ ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, അത് ഞാൻ അനുസരിച്ചു. അപ്പോൾ എനിക്കൊരു കൃപ കിട്ടി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊന്തയില്ലിട്ടാണ് രാവിലെ എന്ത് പരിപാടിക്കാണെങ്കിലും ഇറങ്ങുള്ളൂ. രാവിലെ ഞങ്ങളൊരു 4:15 എഴുന്നേക്കും എല്ലാ ദിവസവും. കൊന്തയില്ലിട്ട് തന്നെയാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഞാൻ കുറുമത്തൂരായിരുന്നു ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തത്. അത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി തുടങ്ങിയത്. അപ്പോൾ അവിടെ അത് അത്ര വിജയിച്ചില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ശ്രീകണ്ഠപുരം ഞങ്ങളുടെ ടൗണാണല്ലോ. അപ്പോൾ ടൗണിൽ ഇവിടെ ഒരെണ്ണം നടത്താൻ ഒരാൾ റെഡി ഉണ്ടെന്ന് പറയാൻ തറവാട് ഹോട്ടൽ ഇങ്ങനെ കൊടുക്കാൻ
നടത്തിപ്പിന് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ എനിക്കത് അവർ ചെറിയ പൈസയ്ക്ക് തന്നെ തന്നു. അത് ഞാൻ എടുത്ത് ഉച്ചഭക്ഷണം മാത്രമേ ഉള്ളൂ. അതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ കാറ്ററിംഗ് വർക്ക് അത്യാവശ്യം ഇങ്ങനെ ആൾക്കാർക്കെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കിട്ടാറുണ്ട്, ചെറിയ ചെറിയ ഓർഡറുകൾ. അപ്പോൾ നല്ല സൗകര്യമുണ്ട് ഹോട്ടലിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉച്ചഭക്ഷണം മാത്രം ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം അതുകൊണ്ട് തന്നെ. പിന്നെ 50 രൂപേൻ്റെ ബിരിയാണി കുട്ടികൾ വന്ന് ചോദിച്ചു, ഈ പൊറോട്ടയും കറിയും ചാറും ചോദിച്ചിട്ടാണ് വന്നത്. അപ്പം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇതില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ബിരിയാണി തരാം, 50 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അത് പിന്നെ പിള്ളേർ ഏറ്റെടുത്തു. എല്ലാ ഭാഗത്തു നിന്ന് അറിഞ്ഞു 50 രൂപയ്ക്ക്. അത് പിള്ളേർക്ക് മാത്രമല്ല എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആര് വന്ന് ചോദിച്ചാലും വരുന്നവരോട് ചോദിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ ചോദിക്കാം 50 രൂപേൻ്റെ വേണമെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അത് താല്പര്യം തന്നെയാണ്. ഞങ്ങളുടെ അടുത്ത് ഭക്ഷണത്തിന് പൈസ ഇല്ലാത്തവർക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കും. ഇപ്പം പിന്നെ അങ്ങനെയുള്ള ആൾക്കാരും കുറവാണ്. പിന്നെന്ന് വെച്ചാൽ ഇപ്പം ബിരിയാണിക്ക് ഞങ്ങൾ റേറ്റ് കുറയ്ക്കാനുള്ള കാരണം ഒരു ബ്രാൻഡിലുള്ള അരിക്ക് ഭയങ്കരമായിട്ട് വില കയറി. അപ്പോൾ എല്ലാ ഹോട്ടലിലും ഈ ബിരിയാണിക്ക് റേറ്റ് കൂട്ടി. ഇന്ന ബ്രാൻഡ് വെക്കാവുള്ളൂ എന്നൊരു നിർബന്ധവും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ബിരിയാണിക്ക് വില കുറച്ച് കൊടുക്കണം. നല്ല അരി തന്നെയാണ്, ആരുമായ അരിക്ക് കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ വില നമുക്ക് ആൾക്കാർക്ക് എല്ലാവർക്കും താല്പര്യം റേറ്റ് കുറഞ്ഞ ബിരിയാണി ആയിരിക്കും. അങ്ങനെയുള്ളവരാണ് ഞങ്ങളുടെ അടുത്ത്. അത്യാവശ്യം വെച്ചാൽ നല്ല ബിരിയാണി എന്നുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം ഓർഡറെല്ലാം കിട്ടുന്നുണ്ട്. ബിരിയാണി നല്ലതാണെന്നുള്ളത് കൊണ്ട് തന്നെ ഓർഡർ കിട്ടുന്നത്. രാവിലെ എല്ലാ ദിവസവും അവിടെ അനീഷ് അച്ഛൻ്റെ വിശുദ്ധ ബലി 5:30 ഓൺ ചെയ്തിട്ടാണ് ഞങ്ങൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ എല്ലാ ദിവസവും. അതുകൊണ്ട് ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ നമ്മുടെ വയലാമണ്ണി അച്ഛൻ്റെ ഇതും ഞങ്ങൾ രാവിലെ എല്ലാ ദിവസവും കേൾക്കും. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് തിരി കത്തിച്ച് വെക്കും. അത് കഴിയുന്നവരെ എല്ലാ ദിവസവും തിരിയുന്നു. എൻ്റെ പെങ്ങൾക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ക്യാൻസർ വന്ന സമയത്ത് അത് ലേശം കൂടുതലായ സമയത്ത് എൻ്റെ ചേട്ടനാണ് ആദ്യം ധ്യാനത്തിന് പോയത്. അപ്പോൾ ചേട്ടൻ പോയതിന് ശേഷം ഞങ്ങളോടൊക്കെ ഇങ്ങനെ ധ്യാനത്തിന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ധ്യാനത്തിന് പോയി. ധ്യാനത്തിന് പോയപ്പോഴാണ് ശരിക്കും ഓരോ കറക്റ്റ് നമ്മൾ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും പള്ളിയിലൊക്കെ പോകുമെങ്കിലും നമുക്ക് ആ ഈശോയെക്കുറിച്ചൊക്കെ അറിയണമെന്നും കൂടുതലായിട്ട് ഇതിലേക്ക് വരാനൊക്കെ നമുക്ക് ധ്യാനം കൂടിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എല്ലാ വർഷവും ഞാൻ ധ്യാനത്തിൽ ചിലപ്പോൾ ആ സമയത്തെല്ലാം ഒരു വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ പോകുമായിരുന്നു. പൈസ ഇല്ലാത്തവർക്ക് കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ടേബിളിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും കഴിച്ചോളാൻ പറയും. അതിപ്പോൾ പിള്ളേരായാലും വലിയവരായാലും പൈസ ഇല്ലെങ്കിൽ അധികം ആൾക്കാരൊന്നും വരുമല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതെല്ലാവർക്കും ഞങ്ങൾ ഭക്ഷണം കൊടുക്കും. അപ്പോൾ 50 രൂപയ്ക്ക് എല്ലാവർക്കും ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിച്ചവരെല്ലാം നല്ല സന്തോഷത്തിൽ തന്നെ പോകുന്നത്. 50 രൂപയ്ക്ക് എല്ലാ ദിവസവും വന്ന് കഴിക്കുന്നു. ചോറ് കഴിക്കണമെങ്കിൽ 60 രൂപ കൊടുക്കണം. അപ്പോൾ അതിൽ നല്ല 50 രൂപയ്ക്ക് ബിരിയാണി കഴിച്ചിട്ട് പോകാൻ പറ്റും. അതാണ് ആൾക്കാർക്കും ഇഷ്ടം, ഞങ്ങൾക്കും അത് തന്നെ താല്പര്യം. കുടുംബത്തിൽ എനിക്ക് വീട്ടിലെ ഭാര്യയും 4 മക്കളും അമ്മയുണ്ട്. മക്കളിൽ മൂത്തയാൾ BDSന് പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ സെമിനാരിയിൽ രൂപതയ്ക്ക് വേണ്ടി തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടി ഇപ്പം റീജൻസി ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ആൾ CMA പഠിക്കുന്നു. നാലാമത്തെ ആൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഭാര്യ വേദോടം, ഞങ്ങളുടെ പള്ളിയിൽ വേദോടം അധ്യാപികയാണ്. ഞങ്ങൾ ഈ ഹോട്ടൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ധ്യാനം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ രാവിലെ ഒരു കൊന്തയല്ലോ ഞാനും ഭാര്യയും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത്യാവശ്യം ഞാനും ഹെൽപ്പ് ചെയ്ത് വീട്ടിലെ പണികളെല്ലാം രാവിലെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും പള്ളിയിൽ പോകുമായിരുന്നു. ഇപ്പം ഭാര്യ പോകും, എനിക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പള്ളിയിൽ ഞായറാഴ്ച മാത്രമേ പോകാറുള്ളൂ. വളരെ നല്ല രീതിയിലാണ് വളർത്തുന്നതെന്ന് വെച്ചാൽ ബൈബിളും വചനങ്ങളും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ചെറിയ മോനാണെങ്കിൽ ഒരു 50-ലധികം വചനം കാണാതെ അറിയാം. അവന് ഒരു 2.5 വയസ്സ് മുതൽ ഈ ശാലോമിലെയും ഗുഡ്നസ്സിലെയും ബ്രദർമാരുടെ അച്ഛന്മാരുടെ പേര്
കാണാതെ അറിയായിരുന്നു. 2.5 വയസ്സുള്ളപ്പോൾ. അവനിപ്പോൾ 7 വയസ്സായി, എന്നാലും അവന് വചനങ്ങൾ ഒരുപാട് കാണാതെ അറിയാം. അതെല്ലാം എൻ്റെ ഭാര്യ പഠിപ്പിക്കുന്നല്ല, ഞാനതിനകത്ത് ഭാഗവാക്കല്ല കേട്ടോ. ഭാര്യ ഒരു 11 മണി കഴിയുമ്പോൾ ഹോട്ടലിലേക്ക് വരും. ഒരു 3 മണിയാകുമ്പോൾ ഞങ്ങൾ 3 മണിയാകുമ്പോൾ തിരിച്ചു പോകും. അതാണ് ഒരു ദിവസത്തെ ഇവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് വീട്ടിലെന്തെങ്കിലും ചെറിയ പരിപാടി, കൃഷിയും പരിപാടി ഉണ്ട്, അപ്പോൾ അത് നനയ്ക്കാനോ അങ്ങനത്തെ ഇതൊക്കെ നോക്കും. ഭക്ഷണത്തിന് അമിത വില ഈടാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ പൊതുവെ എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ അധികം റേറ്റ് വാങ്ങാറില്ല. എന്ന് വെച്ചാൽ എന്നാലും ന്യായമായ നമുക്ക് ചെയ്യുന്നതിന് ഒരു കൂലിയും ഒരു ലാഭവും ഉണ്ടാവും. എന്നാലും ആ ചെയ്യുന്നതിൽ അപ്പുറമാണ് ഇപ്പോൾ പൊതുവെ എല്ലാവരും ഹോട്ടലിൽ എന്ന് വെച്ചാൽ ചിലവുണ്ട്, അതുകൊണ്ടാണ് എല്ലാവരും അത്ര പൈസ വാങ്ങുന്നത്. ഞങ്ങൾ ചിലവ് കുറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവും. പിന്നെ അത് എൻ്റെ കഴിവൊന്നല്ല ചിലവ് കുറച്ച് ചെയ്യുന്നതിൻ്റെ. മായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അജിനോമോട്ടോ കളറ് ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഉപയോഗിക്കില്ല. ഞങ്ങൾ ചൈനീസ് ഞങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങുന്ന എല്ലാവർക്കും അറിയാം, ഞങ്ങൾ കളർ ഉപയോഗിക്കില്ല, അജിനോമോട്ടോ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കില്ല. ബാക്കി എല്ലാം നോർമൽ, ഞങ്ങൾ ബാക്കി കളറുകൾ ഒന്നുമില്ല, സാധാരണ നല്ല ടേസ്റ്റ് തന്നെ ഞങ്ങൾ കൊടുക്കാറ്. വീട്ടിലുണ്ടാക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെ ഞങ്ങൾ കൊടുക്കുന്നത്. വെച്ചാൽ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കേണ്ടതാണല്ലോ, അപ്പോൾ അത് കഴിച്ച് വേറെ അസുഖമൊന്നും വരാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് ഫുഡ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വെജിറ്റേറിയനാണ്. ഞാനിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരു നിയോഗം വെച്ചിട്ടുണ്ട്. ഒറ്റ ഒരു നേരം ഞാൻ ഫുഡ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു രാവിലെ ഒന്നും ഭക്ഷണം പൊതുവേ കഴിക്കാറില്ല. ഞാനൊരു 3 മണി സമയത്ത് ഉച്ചഭക്ഷണമാണ് എൻ്റെ മെയിനായിട്ടുള്ള ഭക്ഷണം. രാത്രിയിലൊന്നും ഞാൻ ഭക്ഷണം കഴിക്കാറ് അപൂർവം കഴിച്ചെങ്കിലും ഉള്ളു, കഴിക്കാറില്ല. എല്ലാ ദിവസവും അങ്ങനെ കഴിക്കില്ല. എൻ്റെ കൂടെ ഒരു ജോഷി ആണ് കൂടെയുള്ള പുള്ളി. എൻ്റെ കൂടെ നേരത്തെ ഞാൻ കണ്ണൂരുണ്ടായിരുന്നപ്പോഴും ഞാൻ വെട്ടുകല്ലിൻ്റെ മേഖലയിൽ ഉണ്ടായിരുന്നു കുറച്ച് കാലം. അപ്പോഴൊക്കെ എൻ്റെ കൂടെ ജോഷി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വലം കൈ തന്നെയാണ്. അപ്പോൾ പിന്നെ ബാക്കി കുറച്ച് ചേച്ചിമാരാണ്, അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. ഞാൻ എത്തിപ്പെടാൻ സാധ്യതയില്ലാത്തൊരു മേഖലയിലാണ് ഞാനിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത് എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എന്നെ അറിയുന്നവർക്ക് ആർക്കും ഈ അടുത്ത കാലത്താണ് ഞാനിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്ന പലരും അറിയുന്നത്. ഞാൻ എന്നുവെച്ചാൽ ഈ മേഖലയിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അത് കർത്താവ് തന്നെയാണ് എനിക്കൊരു മേഖല തുറന്നു തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഈ കൊന്ത ചെല്ലുന്ന സമയത്ത്, രാവിലെയും രാത്രിയിലും കൊന്ത ചെല്ലുന്ന സമയത്ത് ഓരോ രഹസ്യത്തിൻ്റെ 10 നന്മ ഇത് ചെല്ലുമ്പോഴും ഞാൻ 10 നിയോഗങ്ങൾ ചെല്ലും. അങ്ങനെ 50 നിയോഗം ഞാൻ രാവിലെയും വൈകുന്നേരവും വെച്ചിട്ടാണ് ആ കൊന്ത ചെല്ലുന്നത്. തമ്പുരാൻ്റെ കൃപ ഉള്ളത് കൊണ്ട് മാത്രമേ ഇപ്പം മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് അറിയില്ല ഞാൻ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റൂല. അല്ല, എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി എല്ലാം ഉണ്ടായിരുന്ന സമയങ്ങളിലും കർത്താവ് എന്നെ കൈപിടിച്ച് നടത്തിയിട്ടുണ്ട്. അതിന് സംശയമില്ലാത്ത കാര്യമാണ്.